ഹായ് ഗായ്സ്, അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എന്നോടൊന്നും തോന്നരുത്, എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ടായിരുന്നു വീഡിയോ ഒന്നും ഇടാതിരുന്നതും വീഡിയോയ്ക്കൊന്നും റിപ്ലൈ തരാതിരുന്നതും. അങ്ങനെ ഞാൻ വീണ്ടും ഉയർത്തെഴുന്നള്ളി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ നിങ്ങൾക്ക് അപ്പം ജെൻഡർ റിവീൽ കാണിച്ചു തരാവേ. അപ്പോൾ കുട്ടി ആൺകുട്ടിയാണ്. കണ്ടല്ലോ നിങ്ങളെല്ലാവരും. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ആൺകുട്ടിയാണെന്ന്. അലസിയോൻ അറിയത്തില്ലായിരുന്നു. അലസിയോൻ അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അലസിയോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. എനിക്കും അറിയാമായിരുന്നു, അലസിയോൻ്റെ മമ്മിക്കും അറിയാമായിരുന്നു, ബാക്കി ആർക്കും അറിയില്ലായിരുന്നു. സാധാരണ ഒരു 5 മാസമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ ഞങ്ങളിവിടെ ജെനറ്റിക് ടെസ്റ്റ് നടത്തിയത് കൊണ്ട് 3ാമത്തെ മാസം തന്നെ നമുക്ക് മനസ്സിലായായിരുന്നു ആൺകുട്ടിയാണെന്നുള്ളത്. ഞാനിതിൻ്റെ ഒരു ഷോർട്ട് യൂട്യൂബിൽ ഇട്ടായിരുന്നു, അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ എൻ്റെ ഇട്ടായിരുന്നു. അപ്പോൾ ആളുകൾ വിചാരിച്ചിരുന്നത് എനിക്ക് ഓൾറെഡി കൊച്ചായി എന്നാണ്. പക്ഷേ ആളുകളൊക്കെ അമ്മേനെ വിളിച്ച് ചോദിച്ചാൽ ആൺകുട്ടിയാണല്ലേ, ആൺകൊച്ച് ജനിച്ചല്ലേ എന്നൊക്കെ. പക്ഷേ കൊച്ച് ജനിച്ചിട്ടില്ല, കൊച്ച് ജനിക്കാൻ ഇനിയും മാസങ്ങളെടുക്കും. അപ്പം അത് ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. പുറത്തുള്ളവർക്കൊക്കെ അറിയാവുന്ന കേസാണല്ലോ ഇത്. ഈ ഒരു പരിപാടി ഫുള്ള് അറേഞ്ച് ചെയ്തത് അലസിയോൻ്റെ വീട്ടുകാരാണ്. സത്യത്തിൽ എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുഡ്, അല്ലെങ്കിൽ അലസിയോൻ്റെ കസിൻസും എല്ലാവരും കൂടിയുള്ള ഫുഡ് കഴിയൊക്കെ ഞങ്ങൾ നേരത്തെ കഴിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ലാസ്റ്റായിരുന്നു നമ്മൾ ഈ ഒരു സംഭവം ചെയ്തത്. ഒരു ഫുഡൊക്കെ കഴിച്ച് ഒരു ഈവനിങ് ഒരു 3 മണിയൊക്കെ ആയി തോന്നണം, അങ്ങനെ ഒരു ടൈമായി തോന്നണം. അപ്പോഴാണ് ചെയ്തായിരുന്നത് ഈ ഒരു പരിപാടി. ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, നമ്മളിവിടെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇവർ നമുക്ക് ഇഷ്ടം മാത്രമേ ഗിഫ്റ്റ് ചെയ്യും. കുട്ടിക്കുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഏകദേശം ആ ഒരു ടൈമോട് എടുക്കുമ്പോൾ മാത്രമല്ലേ എടുക്കാറുള്ളൂ. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ആ ഒരു എന്താ പറയുക, നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ സ്റ്റാർട്ട് ചെയ്യും ഗിഫ്റ്റും കാര്യങ്ങളും. ഞാനും അലസിയവും ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല കൊച്ചിന് വേണ്ടി. പക്ഷേ ഇഷ്ടമാതിര സാധനങ്ങൾ ഇപ്പം തന്നെ വേണ്ടുവോളം ആയിട്ടിട്ട്. ഇതിൽ കുറേ ഗിഫ്റ്റൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം വെറുതെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ഒന്നും ആഡ് ചെയ്തില്ല. ലാസ്റ്റ് വീണ്ടും കുറച്ച് സീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അന്നേരമാണ് ഞാൻ ഓർക്കണത് തന്നെ. അപ്പോൾ തന്നെ എന്നാൽ ഇതും കൂടി വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് അതങ്ങ് എടുത്തു എന്നുള്ളൂ. ഇനി ഈ കാണുന്ന കുറേ കവറുകൾ കണ്ടോ, ഇത് ഫുള്ളും അലസിയോൻ്റെ പപ്പയും മമ്മിയും കൂടി വാങ്ങിയതാണ് കൊച്ചിന് വേണ്ടിയുള്ളത്. കാരണം ഇവിടുത്തെ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ല, എനിക്കും അലസിയോനും. ഞങ്ങളുടെ രണ്ടുപേരുടെയും ആദ്യത്തെ കുട്ടിയാണിത്. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടല്ല വാങ്ങിയത്, അവർ തന്നെ പോയി വാങ്ങി. അങ്ങനെ പിന്നീട് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത് ഇതിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഞാൻ വിചാരിച്ചു ഇനിയും സമയം ഉണ്ടല്ലേ, ഇപ്പോഴേ എന്തിനതൊക്കെ അറിയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ഇതിനെപ്പറ്റി. എന്തായാലും നമ്മൾ ഈ വാങ്ങിയേക്കുന്ന ഡ്രസ്സുകളൊന്നും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, എല്ലാം അവിടെ തന്നെ വെച്ചേക്കണേ. വേറൊന്നും കൊണ്ടല്ല അവിടെ വെച്ചത്. ഇത് ഇനിയിപ്പോൾ വാഷ് ചെയ്യണം, ഇനി വാഷ് ചെയ്ത ശേഷം ഇത് അയേൺ ചെയ്യണം, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആളുടെ മമ്മിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഓക്കെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പം നമ്മൾ സാധാരണ എന്താ പറയുക, ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഡിറ്റർജൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തരണ്ടായിരുന്നു. ഇതിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ചില ഡ്രസ്സുകളൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. ഈ ഡ്രസ്സുകളെല്ലാം എടുക്കാൻ നമ്മളും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് ആയിട്ടുണ്ട് ഇതിനൊക്കെ. ഇതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇനി അങ്ങോട്ട് കാണിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ്. ഇത് വന്നിട്ട് ഒരു സെറ്റാണ്. ഇതിൻ്റെ പാതി എന്താ പറയുക, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേറെ സ്ഥലത്താണ്, നോക്കിയെടുത്തിട്ട് വേണം. ഇത് വന്നിട്ട് ഒരു പുതപ്പ് പോലെ ഇരിക്കുന്ന സംഭവമാണ് കേട്ടോ. അതായത് ഇവിടെ പറയുന്നത് ഒരു കൊപേർത്ത പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയണത്. അത് നമ്മൾ ഇതിലൊരു ബട്ടനൊക്കെ ഉണ്ട്. അതൊക്കെ ഏതൊക്കെയോ രീതിയിൽ ഫിറ്റൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആകും. ലാസ്റ്റ് നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും അത് കറക്റ്റ് കൊച്ചിനെ നമുക്കതിൻ്റെ ഉള്ളിൽ കിടത്തി കൈയൊക്കെ സെറ്റാക്കാൻ പറ്റും. ഒരു പ്ലെയിൻ ഒരു എന്താ പറയുക പുതപ്പായിരുന്നു, അത് ഈ രീതിയിലേക്ക് ആക്കാൻ പറ്റും. അത് കൊച്ചിൻ്റെ കാലൊക്കെ ഇങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കൂടിയൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കണ്ടിട്ട്. നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്കിതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ലാന്ന്. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലസിയോൻ്റെ മമ്മി ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. ആളെല്ലാം ചെയ്തോളും.
ഈ പറയുന്ന പോലെ കൊച്ചിന് മാത്രമല്ല, നമുക്കും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതൊക്കെ ആൾ തന്നെയാണ് എടുത്തിരുന്നതും നോക്കുന്നതെല്ലാം. ആളൊരു ഡെലിവറിയുടെ ആ ഒരു എന്താ പറയുക 1 month മുമ്പ് എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ക്യൂട്ട് ഡ്രസ്സുകളിൽ ഒന്ന് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ അടുത്തതും നല്ല രസമുണ്ടായിരുന്നു. പൊതുവേ നമ്മൾ ഗേൾസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഡാർക്ക് കളറൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും, ബോയ്സിന് അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് തന്നെ എടുത്തതാണ്. ആ ഒരു നെക്കിൻ്റെ അവിടെ ഭയങ്കര ഡാർക്ക് കളർ വരുന്നത് എന്ത് ക്യൂട്ടാന്ന് നോക്കിയത്, എന്ത് രസമാണ് ഇത് കാണാനായിട്ട്. പുള്ളിക്കാരത്തേക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, എനിക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാട്ടോ ഉള്ളിൽ. എനിക്കറിയത്തില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരു വല്ലാത്തൊരു ഫീൽ അത്. ഇത് വന്നിട്ട് സോക്സ് ആട്ടോ. അത് ആ ഒരു സെറ്റ് സോക്സാണ്. ഞാൻ മര്യാദയ്ക്കുള്ള വീഡിയോ ഞാൻ ഇടാം പിന്നീട്. ഇതിപ്പം എന്താ പറയുക, ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടു എന്നുള്ളൂ. എങ്ങനെയാണ് ഓർഡർ അനുസരിച്ചൊക്കെ ഞാൻ ഇടാം, എങ്ങനെയാണോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അതൊക്കെ എങ്ങനെ എനിക്ക് ഹെൽത്തൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അപ്പം ഇത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. ഇനി കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തന്നു നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, അതുപോലെ ഞാനും എൻ്റെ സമയം കളയുന്നില്ല. അപ്പം ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.